ചൂരൽമല ദുരന്തത്തിൽപ്പെട്ടവർക്ക് സർക്കാർ യാഥാർത്ഥ്യമാക്കി കൈമാറാൻ പോകുന്ന കൽപ്പറ്റയിലെ ടൗൺഷിപ്പ് അത് കാണേണ്ട കാഴ്ച തന്നെയാണ് എന്ന് പറയുന്നതാരാണ്? അവിടെ സന്ദർശിക്കാൻ പോയവർ. തലസ്ഥാനത്തെ സഖാക്കൾ കുറച്ചുപേർ ചൂരൽമലയിലും ഒപ്പം തന്നെ കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ യാഥാർത്ഥ്യമാക്കിയ ടൗൺഷിപ്പിൽ പോയി കണ്ടതിന് ശേഷം ചില പ്രതികരണങ്ങൾ റെക്കോർഡ് ചെയ്ത് അയച്ചു തന്നു. നാട്ടുകാർ കൂടി കാണണം. IP ബിനു എന്ന തലസ്ഥാനത്തെ പ്രമുഖ സഖാവ് കൽപ്പറ്റയിൽ പോയി, ഒപ്പം തന്നെ ചൂരൽമലയിൽ ആദ്യമായി ഇടതുപക്ഷത്തിന്റെ വാർഡ് മെമ്പറായി വിജയിച്ചു കയറിയ സഹദിനോടൊപ്പം ജീവിതം തൂത്തെറിഞ്ഞ അന്നത്തെ കാലഘട്ടവും അതിനുശേഷം അവരെ സർക്കാർ ചേർത്ത് പിടിച്ചതിലൂടെ എന്ത് സന്ദേശമാണ് ഈ സമൂഹത്തിന് കൊടുക്കുന്നു എന്നതിനെ സംബന്ധിച്ച് ആ വ്യക്തിയോട് സംസാരിച്ചു. ആ വാർഡ് മെമ്പർ പറഞ്ഞ വാക്ക് നാട് കേൾക്കേണ്ടതാണ്. ഒരുപക്ഷെ കേരളത്തിലെ മാധ്യമങ്ങൾക്കൊന്നും അത്തരം പ്രതികരണങ്ങൾ വലിയ വാല്യൂ ഇല്ലാത്തതിനാൽ അത് തേടിപ്പോകാറില്ല. പക്ഷേ ദുരിതത്തിൽ ചിതറിപ്പോയ ആ മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന, അവരുടെ ആവശ്യങ്ങളൊന്നും മുടങ്ങാതെ സർക്കാരിൽ നിന്ന് എത്തിച്ചു കൊടുക്കുന്ന സഹദ് എന്ന വാർഡ് മെമ്പർക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കണം. വലിയൊരു ദുരന്തത്തിൽ നിന്ന് സമാധാനത്തിന്റെ ജീവിതത്തിലേക്ക് കടക്കുന്ന മനുഷ്യരുടെ സന്തോഷം എത്രത്തോളം ഉണ്ടെന്ന് ആ വാക്കുകൾ തെളിയിക്കുന്നുണ്ട്. എൻ്റെ കൂടെ നിൽക്കുന്നത് സഹദാണ്. നമ്മളെ ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്തെ LDFന്റെ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറാണ്. സഹദ്, ഇപ്പം ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തുള്ള ഇപ്പം സർക്കാർ ഇവിടെ ഒരുപാട് ആളുകളുടെ വീടും ഒക്കെ നഷ്ടപ്പെട്ടാണ്. ആ സർക്കാർ പറഞ്ഞ ആ വാക്ക് പാലിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഈ ജൂലൈ 30-നാണ് ഉരുൾപൊട്ടുന്നത്. അന്ന് മുതൽ ഇന്നേക്കിപ്പോൾ 1 വർഷവും 7 മാസമായി. പൊട്ടി അന്ന് മുതൽ ഈ ഒരു വർഷം 7 മാസമായിട്ടും ഓരോ ഗുണഭോക്താവിനെയും കൈവിടാതെ സർക്കാർ കൂടെ പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് അടിയന്തരമായിട്ട് ആ സമയത്ത് ഈ ഭാഗത്തുണ്ടായിരുന്ന മുഴുവൻ വാടക വീട്ടിലേക്ക് അവർ മാറ്റി, സർക്കാർ ക്വാർട്ടേഴ്സിലേക്ക് മാറ്റി. ആ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഉപകരണങ്ങളും, പാത്രങ്ങളും ഫർണിച്ചറും മുഴുവൻ വാങ്ങിച്ചു കൊടുത്തു. ഒരു കുടുംബത്തിന് 6000 രൂപ വാടക കൊടുത്തു. ഒരു കുടുംബത്തിലെ ഭർത്താവിന് 9000, ഭാര്യയ്ക്ക് 9000. അതുപോലെ 1000 രൂപയുടെ കൂപ്പൺ, എന്നുവെച്ചാൽ ഒരു കുടുംബത്തിന് 25000 രൂപയുടെ ധനസഹായം ഒരു മാസം കൊടുക്കുന്നുണ്ട്. അങ്ങനത്തെ 100 കണക്കിന് കുടുംബങ്ങൾ ഈ ഭാഗത്ത് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. അതുപോലെ ഹെൽത്തുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്തെങ്കിലും ചികിത്സയോ അസുഖമോ ഉണ്ടെങ്കിൽ 6 കോടി രൂപയാണ് ആ ഇനത്തിൽ മാറ്റി വെച്ചിട്ടുള്ളത്. ആ ബില്ല് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമായ ചികിത്സാ ഫണ്ട് അവിടെ നിന്ന് കിട്ടും. അതുപോലെ വിദ്യാഭ്യാസ രംഗത്ത് എല്ലാ മേഖലക്കകത്തും നിറഞ്ഞ പ്രവർത്തികൾ എത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. എത്ര വീടുകളാണ് ഇപ്പം 1-ാം ഘട്ടം പൂർത്തിയാക്കിയിട്ടുള്ളത്? ഇപ്പോൾ വയനാടിൻ്റെ ഏറ്റവും ഹൃദയഭൂമിയാണ് എന്ന് പറയുന്നത് കൽപ്പറ്റ ടൗൺ എന്ന് പറയുന്നത്. എല്ലാ സിവിൽ സ്റ്റേഷനാവട്ടെ എല്ലാ സംവിധാനമുള്ളത് അവിടെയാണ്. അവിടെ ബൈപ്പാസിനോട് ചേർന്ന് നടക്കുന്ന ചുരുങ്ങിയത് 1 സെൻറ്റിന് 10 ലക്ഷം രൂപ വില വരുന്ന ഭൂമിയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അത് 7 സെൻറ്റ് ഭൂമിയാണ് കൊടുത്തിട്ടുള്ളത്. 20 ലക്ഷം രൂപയുടെ വീടാണ് നിർമ്മിച്ച് കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് എല്ലാ സൗകര്യത്തോടു കൂടി ഉണ്ടാകുന്ന വീട് നിർമ്മാണം കഴിഞ്ഞു. 410 വീടാണ് പൂർണ്ണമായിട്ടുള്ളത്. അതിലിപ്പോൾ ഈ വരുന്ന 25-ാം തീയതി ബഹുമാനപ്പെട്ട CM കൈമാറാൻ പോകുന്ന 178 വീടുകളാണ്. ആ 178 വീടിൻ്റെയും നറുക്കെടുപ്പ് ഇന്നലെ കഴിഞ്ഞു. ഈ സംഭവം നടക്കുമ്പോൾ താങ്കൾ ഇവിടെ ഉണ്ടായിരുന്നോ? ഈ അന്നത്തെ നടക്കുമ്പോൾ 2019 നടക്കുന്ന സമയത്ത് സ്പോട്ടിലാണ്. 2019 അതെവിടെയാണ് സംഭവിച്ചത്? തൊട്ടപ്പുറം പുത്തുമല എന്ന് പറയുന്ന പ്രദേശമാണ്. അവിടെ 103 വീട് പോയി, 17 പേര് മരണപ്പെട്ടു. പക്ഷെ അന്നൊരു കരുതൽ ഞങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ തലേ ദിവസം തന്നെ അല്ലെങ്കിൽ ആ ദിവസം തന്നെ അവർ പൂർണ്ണമായിട്ടും 300ഓളം ആളുകളെ നമ്മൾ മാറ്റി താമസിക്കും. അതുകൊണ്ട് മരണസംഖ്യ കുറയ്ക്കാൻ വേണ്ടി സാധിച്ചു. എന്നാൽ ഇവിടെ നമ്മൾ രാത്രി 12 മണിക്കാണ് പോകുന്നത്. എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്താണ്. നല്ല മഴയുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും അന്നത്തെ പഞ്ചായത്ത് നൽകാത്തൊരു ജാഗ്രത കുറവായ ഭാഗത്തുണ്ടായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലായിരുന്നു? 2019 പ്രസിഡന്റായിരുന്നു. ഇപ്രാവശ്യം ഇത് സംഭവിക്കുമ്പോൾ ഇവിടെ ഇന്നത്തെ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ഈ ആളുകളെ ഒരു ബോധവൽക്കരണം കൊടുത്തുകൊണ്ട് മാറ്റാനുള്ള ശ്രമം ഈ UDFന്റെ സർക്കാർ കാണിച്ചില്ല എന്നുള്ളതാണ്. ഇപ്പം എത്ര വീടുകളാണ് ഇവിടെ മൊത്തം ഉണ്ടായിരുന്നത്? ഇവിടെ നിലവിൽ ഇപ്പോൾ സർക്കാർ പറഞ്ഞു വെച്ചാൽ 410 വീടാണ് പൂർണ്ണമായിട്ട് പോയാൽ നമുക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു മാനദണ്ഡം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഉരുൾപൊട്ടി വന്ന ഭാഗത്തു നിന്നും 50 മീറ്റർ അളന്നുകൊണ്ട് കത്തായി കമ്മീഷൻ്റെ കുറ്റി അടിച്ചിട്ടുണ്ട്. ആ കുറ്റിക്കകത്ത് വരുന്ന ആളുകൾ മാത്രമാണ് സർക്കാരിൻ്റെ ആനുകൂല്യത്തിൽ പെടുക. അതല്ലാതെ ബാക്കി ഇവിടെ സംഘടനകൾ ഒക്കെ വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പം മറ്റുള്ള സംഘടനകൾ വീട് വെച്ച് കൊടുക്കുന്നത് അത് പലരും വെച്ച് കൊടുക്കുന്ന മാധ്യമങ്ങളിലൂടെ പറഞ്ഞാലേ പ്രചരണം നടത്തിയാൽ മാത്രമേ ഉള്ളൂ. പക്ഷേ അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി അവർ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും കോൺഗ്രസിൻ്റെ സ്ഥലം എടുത്തു എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം രജിസ്ട്രേഷൻ നടത്തിയെന്ന് പറഞ്ഞു. അറിയില്ല എന്താണെന്നുള്ളത്. അത് സ്വാഭാവികമായിട്ട് 2 കാട് വെട്ടി, മരങ്ങൾ വെട്ടി ഞങ്ങൾ അടിയന്തരമായി ചെയ്യുന്നു പറഞ്ഞാൽ ഇതുവരെ 1 വർഷവും 7 മാസമായിട്ടും ഒരു വീട് നിർമ്മാണം പോലും നടന്നില്ല. അപ്പോൾ സർക്കാർ ഒരു കരുതൽ അല്ലേ? തീർച്ചയായിട്ടും നമ്മളല്ലേ. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, മതചിന്താഗതിക്ക് അതീതമായിട്ട് എതിരാളികൾ പോലും ഒരു പക്ഷേ
ഒരു വാക്ക് പോലും ഇന്ന് വരെ ഒരു മെമ്പർ നൽകിയാൽ പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടില്ല. അറിയാം, സർക്കാർ മോശമാണ്, ഞങ്ങൾ കൈ വിട്ടുപോയി എന്ന് പറഞ്ഞൊരു വാക്ക് 2000 ചില്ല വോട്ടർമാർ എനിക്കുണ്ട്. പക്ഷേ കേരളത്തിലൊരു പഞ്ചായത്തിൽ 2 വാർഡ് ഒന്നാക്കിയതിന് ഭാഗമായിട്ട് 2354 വോട്ടർമാരിലെ ഏക മെമ്പർ ഞാനായിരിക്കും. അത്ര വോട്ടർമാരുടെ ഇടയിലും എതിരാളികൾ പോലും സർക്കാർ നിന്നൊരു മോശം പറഞ്ഞില്ല. ഇവിടെ ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതെല്ലാം ഈ ഇതിൽ വിളിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് പ്രതിവാസവും അത് സ്ഥാപനങ്ങൾ എന്തെങ്കിലും ഇതായിട്ടുണ്ടോ, ഇവരുടെ കടം അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് അതിനെപ്പറ്റി എന്താണ് പറയുന്നത്? ഇപ്പോൾ കഴിഞ്ഞ മന്ത്രിസഭയിൽ എൻ്റെ തീരുമാനം വന്നു എന്ന് വെച്ചാൽ ഒരു ഷട്ടറിന് 7 ലക്ഷം റുപ്യ പിന്നെ സർക്കാർ കൊടുക്കും. ഒരാൾക്ക് 4 ഷട്ടർ ഉണ്ടെങ്കിൽ 7 കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഷട്ടറിന് 2.5. അങ്ങനെ ഓരോ പ്രഖ്യാപനം നടത്തി. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ തന്നെ ആരും ചെയ്തില്ല ഇത്രയും കാലമായിട്ട്. ആദ്യത്തെ വിപ്ലവകരമായിട്ടുള്ളൊരു മാറ്റമാണ് വ്യാപാരി വ്യവസായമായിട്ടുള്ള ആളുകൾക്ക് ധനസഹായം നൽകുക എന്നുള്ളത്. അത് കേരള സർക്കാർ കഴിഞ്ഞ മന്ത്രിസഭയിൽ തീരുമാനിച്ചു. അതുപോലെ കച്ചവടം ചെയ്ത ആളുകളിലെ അവർക്ക് ഇപ്പോൾ ബിൽഡിംഗ് ഒരാളാണ്, കച്ചവടം ചെയ്യുന്ന വേറെ ആളാണെങ്കിൽ അവർക്ക് കടബാധ്യതകൾ ഇപ്പോൾ അതേ മന്ത്രിസഭേൻ്റെ തൊട്ട് മുമ്പത്തെ മന്ത്രിസഭയിൽ വന്നു. പിന്നെ കാർഷിക മേഖല, സ്വർണ്ണ വായ്പ, അതുപോലെ വ്യാപാരി വ്യവസായത്തെ ലോണുകൾ, അങ്ങനെ എല്ലാ മേഖലക്കകത്തുണ്ടാകുന്ന പിന്നെ കടങ്ങളും ദുരന്തബാധിതരായിട്ടുള്ള ആളുടെ പൂർണ്ണമായിട്ടുള്ള കടം 20 കോടി റുപ്യ സർക്കാർ എഴുതുന്നു എല്ലാ മേഖലയിലും. ഇതൊക്കെയല്ലേ കരുതൽ? വീണു പോകുന്ന മനുഷ്യരെ കൈവിടാതെ അവരെ ചേർത്ത് നിർത്തി അവരെയും നമ്മളെപ്പോലെ തന്നെ ഈ കാലത്ത് ജീവിക്കാനുള്ള അവസരമുണ്ടാക്കുക. നഷ്ടപ്പെട്ടു പോയതും അവരിൽ നിന്ന് കൈവിട്ടു പോയ വലിയ വേദനകൾ അതെല്ലാം ഒരിക്കലും വിട്ടുമാറില്ലെങ്കിലും ആ മനുഷ്യർക്ക് സമാധാനത്തോടെ ഇനിയുള്ള കാലം ജീവിക്കാൻ അവസരമുണ്ടാക്കി കൊടുത്ത ഒരു സർക്കാർ നേട്ടം എത്ര കണ്ട് വാക്കുകൊണ്ട് വിശദീകരിക്കാൻ ശ്രമിച്ചാലും അത് പൂർണ്ണമാക്കാൻ കഴിയില്ല. ആ നിലയ്ക്ക് സഹദ് പറഞ്ഞ വാക്കുകൾ അവിടുത്തെ ഓരോ മനുഷ്യരുടെയും ഉള്ളിൽ നിന്നുള്ള അനുഭവങ്ങളുടെ കഥയാണ്. അത് നാട് കേട്ടിരിക്കണം. അവിടെയാണ് ഈ സർക്കാർ ആർക്കൊപ്പമാണ് എന്നതിനെ സംബന്ധിച്ചുള്ള ഉത്തരമാകുന്നത്.